മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്ത് ഒരു PPT ഡിസൈൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട PPT മിനിറ്റുകൾക്കുള്ളിൽ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു AI ടൂളാണ് ഗൂഗിളിൻ്റെ നോട്ട്ബുക്കെല്ലാം. ഈ സ്ലൈഡ്സ് അങ്ങനെ ജനറേറ്റ് ചെയ്തതാണ്. നോട്ട്ബുക്കെല്ലാം യൂസ് ചെയ്ത് എങ്ങനെ ഇത്തരത്തിൽ PPT ജനറേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായി നോട്ട്ബുക്കെല്ലാം ഓപ്പൺ ചെയ്യുക. ദെൻ ട്രൈ നോട്ട്ബുക്കെല്ലാം. നിങ്ങളൊരു ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ Gmail ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ദെൻ ഗോ ടു ക്രിയേറ്റ് ന്യൂ. ഇനി ഈ സോഴ്സ് ടാബിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട PDF ആഡ് ചെയ്യുക. ഞാൻ എക്സാമ്പിളായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന PDF ആണ് സോഴ്സായിട്ട് ആഡ് ചെയ്യുന്നത്. PDF ആഡ് ആയതിനു ശേഷം ഈ സ്ലൈഡ് ഡെക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ റീജിയണൽ ലാംഗ്വേജസും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മലയാളം. നമുക്ക് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട സ്ലൈഡ് എങ്ങനെ വേണമെന്ന് ഈ ഡിസ്ക്രിപ്ഷൻ ടാബിൽ കൊടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് തന്നെ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം ഓർ യൂസ് ChatGPT ഉപയോഗിച്ച് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ChatGPT ജസ്റ്റ് എന്താണ് വേണ്ടതെന്നും ആരാണ് ടാർഗറ്റ് ഓഡിയൻസും എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തതിന് ശേഷം ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഇനി കോപ്പി ചെയ്ത ഡിസ്ക്രിപ്ഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ക്ലിക്ക് ജനറേറ്റ്. ഇതാ നമുക്ക് വേണ്ട സ്ലൈഡ്സ് ജനറേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ലൈഡ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഈ റിവൈസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുക. ദെൻ ക്ലിക്ക് ജനറേറ്റ് റിവൈസ് ഡെക്ക്. നമ്മൾ ആവശ്യപ്പെട്ട പോലെ ഇമേജസ് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയ ശേഷം ഡോക്യുമെൻ്റ് PDF ആയോ PPT ആയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു PDF-ന് പകരം മൾട്ടിപ്പിൾ സോഴ്സാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എല്ലാ PDF-ൽ നിന്നുള്ള ഡേറ്റ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.